തട്ടത്തിൻ മറയത്ത്, വടക്കൻ സെൽഫി, പ്രേമം തുടങ്ങിയ സിനിമകളിലൂടെ നിവിൻ പോളി മലയാള സിനിമയിൽ പീക്കിൽ നിന്നൊരു സമയമുണ്ടായിരുന്നു. നിവിന് തുടരെ പരാജയം ഉണ്ടായപ്പോൾ നമ്മളെല്ലാവരും ആ പഴയ നിവിനെ വല്ലാതെ മിസ് ചെയ്തു എന്ന് പറഞ്ഞിരുന്നു. എന്നാൽ 2025 അവസാനം നിവിൻ പോളി ഒരു ഗംഭീര തിരിച്ചുവരവാണ് നടത്തിയത്. അഖിൽ സത്യൻ സംവിധാനം ചെയ്ത സർവം മായ എന്ന സിനിമയിലൂടെ പരാതികളെല്ലാം നിവിൻ നികത്തിയിട്ടുണ്ട്. റിലീസ് ചെയ്ത് 10 ദിവസം കഴിയുമ്പോൾ ബോക്സ് ഓഫീസിൽ നിന്ന് 100 കോടി കൂളായിട്ട് നിവിൻ തൂക്കി. നിവിൻ പോളിയുടെ കരിയറിലെ ആദ്യ 100 കോടി ചിത്രമാണ് സർവം മായ. ഗംഭീര ഫൈറ്റ് സീനുകളോ ത്രില്ലടിപ്പിക്കുന്ന പഞ്ച് ഡയലോഗുകളോ ഒന്നുമില്ലാതിരുന്നിട്ടും പ്രേക്ഷകർ സർവം മായയെ സ്വീകരിച്ചു. ഈ ക്രിസ്മസ് അവധിക്കാലത്ത് ഫാമിലിയായി കാണാൻ കഴിയുന്ന ഒരു ഫീൽ ഗുഡ് സിനിമ എന്നത് തന്നെയാണ് സിനിമയുടെ വലിയ വിജയത്തിന് കാരണം. സിനിമയിലെ വിഷ്വൽ ഭംഗിയും ഗാനങ്ങളും മികച്ചതായിരുന്നു. പ്രായമായി, ഫിറ്റ്നസ് പോയി എന്ന് ബോഡി ഷെയ്മിംഗ് കമന്റുകൾ നടത്തിയവർക്കും ഇയാൾ ഫീൽഡ് ഔട്ട് ആയി എന്ന് പറഞ്ഞ് കളിയാക്കിയവർക്കുമെല്ലാം നിവിൻ പോളി സർവം മായ എന്ന സിനിമയിലൂടെ മറുപടി നൽകുകയാണ്. ഈ വർഷം നിവിൻ പോളിയുടെ ലൈനപ്പുകളും ശ്രദ്ധ നേടുന്നുണ്ട്. അരുൺ വർമ്മ സംവിധാനം ചെയ്യുന്ന ബേബി ഗേൾ ആണ് നിവിൻ പോളി നായകനായി എത്തുന്ന അടുത്ത സിനിമ. ത്രില്ലർ യോണറിൽ ഒരുങ്ങുന്ന സിനിമ ജനുവരിയിൽ തിയേറ്ററിൽ എത്തുമെന്നാണ് റിപ്പോർട്ട്. സുരേഷ് ഗോപി ചിത്രം ഗരുഡന് ശേഷം അരുൺ ഒരുക്കുന്ന സിനിമയാണിത്. മാജിക് ഫ്രെയിംസിന്റെ ബാനറിൽ ലിസ്റ്റിൻ സ്റ്റീഫനാണ് സിനിമ നിർമ്മിക്കുന്നത്. നായികയായി എത്തുന്നത് ലിജോ മോളാണ്. നയൻതാര നിവിൻ പോളി കൂട്ടുകെട്ടിൽ ഒരുങ്ങുന്ന ഡിയർ സ്റ്റുഡൻസും ആരാധകർ കാത്തിരിക്കുന്ന സിനിമയാണ്. ജോർജ് ഫിലിപ്പ് റോയ്, സന്ദീപ് കുമാർ എന്നിവർ ചേർന്നാണ് ചിത്രം രചിച്ച് സംവിധാനം ചെയ്യുന്നത്. വിനീത് ജെയിൻ നേതൃത്വം നൽകുന്ന മാവറിക് മൂവീസ് പ്രൈവറ്റ് ലിമിറ്റഡുമായി സഹകരിച്ച് പോളി ജൂനിയർ പിക്ചേഴ്സിന്റെ ബാനറിൽ നിവിൻ പോളി തന്നെയാണ് ഈ ചിത്രത്തിന്റെ നിർമ്മാണം നിർവഹിക്കുന്നത്. ചിത്രം ഫെബ്രുവരിയിൽ പുറത്തിറങ്ങുമെന്നാണ് റിപ്പോർട്ട്. പ്രേമലു എന്ന വമ്പൻ ഹിറ്റിന് ശേഷം ഗിരീഷ് ഷേഡി ഒരുക്കുന്ന ബത്ലഹേം കുടുംബ യൂണിറ്റിൽ നിവിനാണ് നായകൻ. സിനിമയുടെ ഷൂട്ടിംഗ് ഉടൻ ആരംഭിക്കും. ചിത്രം 2026 ഓണത്തിന് പുറത്തിറങ്ങുമെന്ന റിപ്പോർട്ടുകളുണ്ടായിരുന്നു. മമിത ബൈജു ആണ് സിനിമയിലെ നായിക. പ്രേമലുവിന് തിരക്കഥയൊരുക്കിയ ഗിരീഷ് ഷേഡിയും കിരൺ ജോസിയും ചേർന്നാണ് ചിത്രത്തിന്റെയും രചന നിർവഹിക്കുന്നത്. ലോകേഷ് കനകരാജിന്റെ LCUവിന്റെ ഭാഗം കൂടിയാണ് നിവിൻ. ബെൻസ് എന്ന സിനിമയിൽ വാൾട്ടർ എന്ന കഥാപാത്രത്തെയാണ് നിവിൻ അവതരിപ്പിക്കുന്നത്. ഇവിടെ കൊടും വില്ലനായാണ് നിവിൻ എത്തുക. ആദിത്യ ശേഖർ സംവിധാനത്തിൽ അണിയറയിൽ ഒരുങ്ങുന്ന മൾട്ടിവേഴ്സ് മന്മഥനിലും നിവിൻ പോളി തന്നെയാണ് നായകൻ. ടൈം ട്രാവലും വിവിധ യൂണിവേഴ്സുകളിലും എല്ലാം ആയിരിക്കും നിവിൻ പോളി ചിത്രം എത്തുക എന്ന് തന്നെയാണ് പോസ്റ്റർ നൽകുന്ന സൂചന. ക്രിസ്റ്റഫർ എന്ന സിനിമയ്ക്ക് ശേഷം ബി ഉണ്ണികൃഷ്ണൻ ഒരുക്കുന്ന അടുത്ത സിനിമയിലും നായകൻ നിവിനാണ്. ഒരു ബിഗ് ബജറ്റ് പൊളിറ്റിക്കൽ സിനിമയായി ഒരുങ്ങുന്ന ചിത്രം ഏപ്രിലിൽ തിയേറ്ററിലെത്തും. ഗോകുലം ഗോപാലൻ നിർമ്മിക്കുന്ന ഈ ചിത്രത്തിന്റെ മറ്റ് വിവരങ്ങൾ ഇതുവരെ പുറത്തുവിട്ടിട്ടില്ല.